നമ്മളുടെ ടോപ്പിക്. കാരണം എന്താന്ന് വെച്ചാൽ പോഡ്കാസ്റ്റിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. ജോ റോഗൻ എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരൊരു OG പോഡ്കാസ്റ്ററാണ്. മൂപ്പർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പോഡ്കാസ്റ്റിന്റെ എന്താന്ന് പോലും ആൾക്കാർക്ക് അറിയുന്ന മുന്നേ മൂപ്പര് വെബ് ക്യാം വെച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു പോഡ്കാസ്റ്റ്. മൂപ്പര് പോഡ്കാസ്റ്റ് ഇതേപോലെ വെബ് ക്യാം ഓൺ ആക്കിയിട്ട് അങ്ങനെ ഒറ്റക്ക് അങ്ങനെ സംസാരിക്കും. മൂപ്പരുടെ ഒരു ഫ്രണ്ട് മൂപ്പരുടെ വേറൊരു ഫ്രണ്ടിനോട് ഞാൻ ഇപ്പൊ ഇതാണ് പറയാനുള്ളത്. ഈ സ്റ്റോറി പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ സെവീറിനോട് ഈ കഥ ഞാനാ പറഞ്ഞു കൊടുത്തത്. പക്ഷെ സെവീർ പറയുന്നുണ്ടപ്പോ ഞാൻ പോലും ഇവനിത് അറിയോന്നുള്ള ഒരു നിമിഷം ഞാൻ പോലും ആലോചിച്ചു നിന്നുപോയി. കോൺഫിഡൻസ് അതിലാണ് കാര്യം. നീ പറഞ്ഞോ, ഞാൻ ഹാപ്പിയാ. ജോ റോഗന്റെ ഒരു ഫ്രണ്ടിനോട് ഈ ഫ്രണ്ടിന്റെ വേറൊരു ഫ്രണ്ട് പറയുന്നുണ്ട്, അതായത് ഇതെത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ, അതായത് പോഡ്കാസ്റ്റിംഗ് ഒന്നും എന്താന്ന് അറിയാത്തൊരു ടൈമില് ആവുമ്പോ നമുക്കൊരു പുതിയ കാര്യമാണ്. അതിൽ ഇവൻ പറയുന്നുണ്ട് ഇയാള് എന്താ ഈ ചെയ്യണേ. അതെ, എന്താ ഞാൻ കുറച്ചുകൂടി ഒരു കോണ്ടെക്സ്റ്റ് തരാം. ജോറോഗൻ ഒരു സ്റ്റാൻഡപ്പ് കൊമീഡിയനും കൂടിയായിരുന്നു. അപ്പൊ ജോറോഗൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒന്നെങ്കിൽ ഗസ്റ്റ് പോലത്തെ ആരും കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് വെബ് ക്യാം ഓൺ ആക്കിയിട്ട് അതിൽ സംസാരിക്കും. വേറെ ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ ഫ്രണ്ടൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും അവരും സ്റ്റാൻഡപ്പ് കൊമീഡിയൻസും അവരെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യും. അങ്ങനെ ജോറോഗൻ ഒരു ദിവസം ഒരു ഫ്രണ്ടിനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തു വെബ് ക്യാമില്. അപ്പൊ വേറൊരു ഫ്രണ്ട് ആ റൂമിലുണ്ടായിരുന്നു. മൂപ്പര് ഇതിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, മൂപ്പരുടേതായ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോറോഗന്റെ ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്രണ്ടിനോട് ഈ കണ്ടിരുന്ന ഫ്രണ്ട് വെച്ച് ഇവനെന്തിനാ ഇതുമ്മ സമയം കളയുന്നേ, ഇവനെന്താ ഇത് ചെയ്യുന്നേ, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൻ കൊമീഡിയൻ അല്ലേ, ഇവൻ അതിന് വല്ല ടൈം സ്പെൻഡ് ചെയ്തൂടെ, ഇവൻ എന്താ ഇത് ചെയ്യുന്നതാണ്. പക്ഷെ ജോറോഗൻ അത് അറിഞ്ഞു. ജോറോഗൻ അതിൽ തളർന്നു പോയില്ല, അതില് ബാക്ക് ഡൗൺ ചെയ്യാനൊന്നുമില്ല. മൂപ്പര് അത് കീപ്പ് ഓൺ ഡൂയിങ് ചെയ്തു. അങ്ങനെ മൂപ്പരെ പോഡ്കാസ്റ്റിൽ മൂപ്പര് കൊമീഡിയൻസിനെ കൊണ്ടുവന്നു. പിന്നെ ജോറോഗൻ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ മൂപ്പർക്ക് UFC അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂപ്പര് കമന്ററി ചെയ്യായിരുന്നു. അപ്പൊ മൂപ്പര് എന്താക്കി പോഡ്കാസ്റ്റിൽ ഫൈറ്റേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വിപുലിച്ച് പിന്നെ അങ്ങനെ വേറെ സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വലിയ ഈലോൺ മസ്ക് ഒക്കെ 3 പ്രാവശ്യം ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. 3-4 മണിക്കൂറൊക്കെ ഉള്ള എപ്പിസോഡ്സ് ഉണ്ട് ജോറോഗന്റെ പോഡ്കാസ്റ്റില്. പിന്നെ കെവിൻ ഹാർട്ട്, അങ്ങനെ ഏറ്റവും വലിയ ആൾക്കാരൊക്കെ ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 2020 ജോറോഗന്റെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈ $100 million ഡോളേഴ്സിന് ഒരു 4 വർഷത്തിന് എക്സ്ക്ലൂസീവ് ഡീൽ സൈൻ ചെയ്തു. അതായത് ഇപ്പം ഞങ്ങളെ പോഡ്കാസ്റ്റ് യൂട്യൂബിലുണ്ട്, സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ഗാന, ജിയോ സാവൻ, അങ്ങനെ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പോഡ്കാസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ സ്പോട്ടിഫൈ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് മേടിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും ക്യാൻസൽ ചെയ്ത് ഇങ്ങേരുടെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇങ്ങേരുടെ ഫാൻസ് പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവരും സ്പോട്ടിഫൈ മാത്രം ചൂസ് ചെയ്യും കേൾക്കാൻ. അപ്പൊ സ്പോട്ടിഫൈയിൽ അത്രയും യൂസേഴ്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ്. ഇതല്ലേ ഈ പറയാൻ വന്ന? എക്സാക്ട്ലി, താങ്ക്സ്. അപ്പൊ അങ്ങനെ മൂപ്പര് ചെയ്തു. അങ്ങനെ ഈ 4 വർഷം ഇപ്പൊ കഴിഞ്ഞ 2024 അങ്ങനെ മൂപ്പരുടെ ആ കോൺട്രാക്ട് അപ്പായി. അപ്പൊ ഇവരെന്താ ചെയ്തത്, സ്പോട്ടിഫൈ എന്താ വെച്ചാ $250 million കൊടുത്ത. അടുത്തത് 100 million ഓൾറെഡി ഉണ്ടാക്കി. ഈ നെക്സ്റ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ $250 million. നമുക്കൊന്ന് മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റാത്തത്ര പൈസ കൊടുത്തിട്ട് സ്പോട്ടിഫൈ വീണ്ടും ഡീൽ സെക്യൂർ ചെയ്തു. പക്ഷെ ഈ കോൺട്രാക്റ്റില് സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് എന്നുള്ള സംഭവം ഇല്ല. ജോറോഗൻ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സമീറിനോട് പറഞ്ഞു, സ്പോട്ടിഫൈന് ഇതെങ്ങനെ മേക്ക് സെൻസ് ചെയ്യുന്നത്? കാരണം ഇത്ര കാലം ഈ 100 million ഡീലിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് സ്പോട്ടിഫൈയിലേക്ക് പോയിട്ട് വേണം കേൾക്കാൻ. ഞാൻ എന്റെ പോഡ്കാസ്റ്റ് ഒക്കെ ആപ്പിൾ പോഡ്കാസ്റ്റിലാണ് കേൾക്കാറ്. കാരണം എന്റെ അടുത്ത് ഐഫോൺ ഉണ്ടായതുകൊണ്ട് അത് കൺവീനിയന്റ് ആയതുകൊണ്ട് ഞാൻ എടുക്കാം. ഞാൻ ജോറോഗന്റെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രമാണ് സ്പോട്ടിഫൈയിൽ ഇത് കേട്ടിരുന്നത്. പാട്ട് കേൾക്കാൻ പോലും ഞാൻ സ്പോട്ടിഫൈ എടുക്കാറില്ല. കാരണം എനിക്ക് യൂട്യൂബ് പ്രീമിയം ഉണ്ടായതുകൊണ്ട് ഞാൻ യൂട്യൂബ് മ്യൂസിക്കിലാണ് പാട്ട് കേൾക്കാറ്. അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ സ്പോട്ടിഫൈ ഫോണിൽ കീപ്പ് ചെയ്യുന്ന ആപ്പ്. അപ്പൊ ജോറോഗന്റെ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് എന്ന് മാറുമ്പോ അത് പിന്നെ ആര് ഈ സ്പോട്ടിഫൈ എന്തിനാ $250 million കൊടുക്കാന്ന് ഞങ്ങൾ ആലോചിക്കായിരുന്നു. അവര് ആര് റിട്ടൻഷൻ യൂസേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി $250 million കൊടുത്ത് മേ ബി അവർക്ക് അതൊരു ചെറിയ എമൗണ്ട്. അവർക്ക് അത് ചെറിയ എമൗണ്ട് ഒന്നല്ല. അവിടെ ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, വേറെ സ്പോട്ടിഫൈയിൽ ഇത്രയും ആർട്ടിസ്റ്റുകള്, ഇത്രയും സോങ്സിന്റെ ഇത്, ഇത്രയും ഇത്, പിന്നെ
എത്ര ആൾക്കാർ ലോകത്ത് സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവരെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അറിയണം എന്താണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ജോറോഗന് പുതിയ കോൺട്രാക്ട് വെച്ചപ്പോ ഇവരോട് പറഞ്ഞ്, അതായത് ഞാന് ഇനി മുതൽ എനിക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും എന്റെ പോഡ്കാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, സ്പോട്ടിഫൈയിൽ മാത്രം പറ്റൂല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പം സ്പോട്ടിഫൈനുള്ള ഓപ്ഷൻ വെച്ചാല് ഒന്നെങ്കിൽ ഇത് എഗ്രി ചെയ്യാ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇതാക്കുക, അല്ലെ സ്പോട്ടിഫൈക്ക് വിഡ്രോ ചെയ്യാം, ഈ ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഇറക്കിക്കോ, പക്ഷെ ഞങ്ങളേൽ എന്നാല് ഇറക്കേണ്ട രീതിയിൽ. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, എന്നാ നീ പറ സമീർ. നീ പറ. അങ്ങനെ രീതി പറയാം. അപ്പം ജോറോഗൻ ചിലപ്പോ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചപ്പോള് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും ജോറോഗന്റെ 100% ഓഡിയൻസും സ്പോട്ടിഫൈയിലാണ്. അപ്പൊ ജോറോഗൻ ഒരിക്കലും ഞാൻ ഇനി സ്പോട്ടിഫൈയിൽ ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പറയില്ല. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞാലും ജോറോഗന്റെ ഒരു ഇത് വെച്ചിട്ട് ബാക്കിയുള്ള, അപ്പം എന്നെ പോലുള്ള ഒരാളെ സ്പോട്ടിഫൈയിൽ എത്തിക്കാമെങ്കിൽ ഇതേപോലെ എല്ലാരെയും ബാക്കിയുള്ള ആപ്പിൽ എത്തിച്ചൂടെ? എന്നെ പോലത്തെ ഒരാളെ സ്പോട്ടിഫൈയിൽ എത്തിച്ചു, ശരിയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ജോറോഗൻ സ്പോട്ടിഫൈയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, വേറെ പ്ലാറ്റ്ഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കുറെ ആൾക്കാർ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ എന്നാലും ആ മൈഗ്രേഷൻ ഒഴിവാക്കാതിരിക്കാനായിരിക്കും ചിലപ്പോ സ്പോട്ടിഫൈ ഇത് ഓഫർ ചെയ്തത്. സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഞാൻ പിന്നെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ കുറെ ആലോചിച്ചു. കാരണം നമ്മൾ പോഡ്കാസ്റ്റേഴ്സ് ആണല്ലോ, അപ്പൊ നമുക്കും ഏതെങ്കിലും ഒരു കാലം നമുക്കും ഇങ്ങനെ ഡീല് വന്നാൽ എന്തായിരിക്കും നമ്മളുടേത്, പിന്നെ മോണറ്റൈസേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മളും ചിന്തിക്കാൻ വേണ്ടി നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. എനിക്ക് എത്രയായിട്ടും അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല എങ്ങനെ ഇപ്പൊ സ്പോട്ടിഫൈന് അങ്ങനെ കൊടുക്കാൻ കഴിയാം. കാരണം എന്താന്ന് വെച്ചാൽ വേറെ ആൾക്കാരെ പോഡ്കാസ്റ്റും സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് എമാ ചേംബർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ യൂട്യൂബറിന്റെ പോഡ്കാസ്റ്റ് 50 മില്യനാണ് വാങ്ങിച്ചത്. അങ്ങനെയൊക്കെ അപ്പൊ 50 മില്യണിലൊക്കെയാണ് അവരുടെ റേഞ്ച് കിടക്കുന്നത്. പക്ഷെ ജോറോഗന്റെ 250 5 ഇരട്ടിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ അപ്പൊ എന്താ റീസൺ എന്ന് വെച്ചാല് സ്പോട്ടിഫൈ പറഞ്ഞു ഞങ്ങൾ $250 മില്യൺ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനുള്ള പെർമിഷൻ ഞങ്ങൾ തരും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റിൽ വായിക്കുന്ന ആഡ്സ് ഉണ്ട്, ജോറോഗന്റെ പോഡ്കാസ്റ്റിലെ ആഡ്സ് പ്ലേ ചെയ്യാറുണ്ട്. അവന് വിശ്വസിക്കുന്ന കുറച്ച് പ്രോട്ടീൻ പൗഡർ, വൈറ്റമിൻ പൗഡർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അതിന്റെ പൈസയിൽ നിന്ന് ഒരു ഷെയർ എത്രയെന്നറിയില്ല, അത്ര പെർസെന്റേജ് സ്പോട്ടിഫൈ കീപ്പ് ചെയ്യുന്ന റവന്യൂ. അപ്പൊ അവർക്ക് വേണ്ടത് ഈ ആഡ് മാക്സിമം ആൾക്കാർ കാണണം എന്നാണ്, ആൾക്കാരിലേക്ക് എത്തിക്കാണ്. അപ്പൊ എന്താ മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ, മാക്സിമം റിട്ടേൺ, അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് അപ്പൊ $250 മില്യൺ അല്ലെ പൈസ അവര് ഉണ്ടാക്കുന്നുണ്ടാകുന്നല്ലേ. ഒബ്വിയസ്ലി ചിലപ്പോ ഒരു 1 year 2 years കൊണ്ട് അവർക്ക് റിട്ടേൺസ് കിട്ടും. ചിലപ്പോ അത്രയും വേണ്ടി വരില്ല. അപ്പൊ എത്ര ജോറോഗന്റെ ഒരു റീച്ച് എന്ന് നീ ആലോചിച്ച് നോക്ക്, എത്ര സ്പോട്ടിഫൈന്റെ ഇൻകം എന്റെ മോനെ. അപ്പൊ ഇത്രയും പൈസ ഈ ലോകത്തുണ്ട്, ഈ പോഡ്കാസ്റ്റിംഗിൽ ഇത്രയും പൈസ ഉണ്ട്. അപ്പൊ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളും ഗ്രോ ചെയ്യട്ടെ. ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പോഡ്കാസ്റ്റ് ഫീൽഡിൽ ഇത്ര മണി ലോണ്ടറിങ് അല്ല മണി മൂവ്മെന്റ്സും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫീൽഡില് വലിയ വലിയ മെറ്റൽ ബിസിനസ്, കാർ ബിസിനസ്, സ്റ്റീല്, ലോകത്ത് എത്രത്തോളം പൈസ ഉണ്ടല്ലേ.